ആദ്യം ശ്രീ വിനു കിരിയത്ത്, ഇതിപ്പോൾ മലയാള സിനിമയിൽ മറ്റൊരു പരാതി കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ ബി ഉണ്ണികൃഷ്ണൻ, ആന്റോ ജോസഫ് എന്നീ രണ്ട് പ്രമുഖർക്കെതിരെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലോ അല്ലേ, ആന്റോ ജോസഫ് പ്രമുഖനായ നിർമ്മാതാവ് കൂടിയാണ് മലയാള സിനിമയിലെ. ഈ രണ്ടു പേർക്കുമെതിരെ പരാതി വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയതിന് ആ നിർമ്മാതാവിനെ, അവർ നടി കൂടിയാണ് സാന്ദ്ര തോമസ്, അവരെ മലയാള സിനിമയിൽ സഹകരിപ്പിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അതീവ ഗൗരവമുള്ള ഒന്നാണല്ലോ ഇത്. ഇവര് മൂന്ന് പേരും ഞങ്ങളുടെ ഒരേ കുടുംബം എന്ന് തന്നെ ഞാൻ പറയും, സിനിമാ കുടുംബമാണ്. ഞാൻ ഇത് നേരത്തെ പറഞ്ഞാണ്, ഏതൊരു ചർച്ചയും കുടുംബത്തിനുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത്. കേസും വഴക്കുമായിട്ട് പോകുമ്പോൾ ശത്രുതകൾ കൂടുന്നു. ആ ഇൻഡസ്ട്രിക്ക് ഭയങ്കര നാണക്കേട് കുറേ നാളുകളായിട്ട് പല കാരണങ്ങളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു. ഇതെൻ്റെ അഭിപ്രായമാണ്. സാന്ദ്രയുടെ ഫീൽ സാന്ദ്രയ്ക്ക് അറിയാം, ഉണ്ണികൃഷ്ണൻ്റെ വിഷമം അവർക്കറിയാം. ഈ പറഞ്ഞ പോലെ സാന്ദ്ര ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ബാലതാരമായിട്ട് എൻ്റെ സിനിമയിലാണ്, ചെപ്പുവിൽക്കണ ചങ്ങാതി. ഞാനും രാജൻഗിരിയത്തും കൂടെ എഴുതിയ പടത്തിലാണ് ആദ്യമായിട്ട്. അതിനുശേഷം അവർ വലിയ നിർമ്മാതാവായി ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി, നല്ലൊരു നിർമ്മാതാവ് എന്നുള്ള പേര് കേട്ടു. ഇതിനിടയ്ക്ക് ഇൻഡസ്ട്രിക്കകത്ത് പല പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ട് എന്ന് പറയുന്നു. എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് മാത്രം പറയാനുള്ളതെന്ന് വെച്ചാൽ, ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്കയുടെ, ഞങ്ങളുടെ എല്ലാം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്നതിനോട് മാത്രമേ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം പല ഇഷ്യൂസും എൻ്റെയും ഇത്രയും ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ളതൊക്കെ ഉണ്ണികൃഷ്ണനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം അഭിപ്രായം, അതിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അവിടെ വിനു കിരിയത്ത് നോക്കാറില്ല, മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള, എപ്പോഴും അങ്ങനെ വേണം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ. അദ്ദേഹം അങ്ങനെ തന്നെയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കെ പി ലളിതയുടെ മകൻ സിദ്ധുവും ഞാനുമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഞാൻ വിചാരിച്ചു ബി ഉണ്ണികൃഷ്ണൻ ചിലപ്പോൾ കെ പി ലളിതയുടെ മകൻ, കെ പി ലളിത അന്ന് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് പോയത്. പക്ഷെ സത്യം പറയാം, ന്യായം എൻ്റെ ഭാഗത്തായിട്ട് ഉണ്ണികൃഷ്ണൻ എൻ്റെ കൂടെ നിൽക്കുകയും അത് കാരണം ഞാനും സിദ്ധുവും ഇന്നും നല്ല സുഹൃത്തായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സൗഹൃദങ്ങൾക്ക് നമുക്ക് വില കൽപ്പിക്കണമെങ്കിൽ ഒരു നല്ല ചർച്ചയിലൂടെ സമവായ. പക്ഷേ ഇവിടെ സാന്ദ്ര തോമസ് പറയുന്ന പരാതി എടുത്ത് നോക്കിയാൽ ഇപ്പോൾ FIR-ൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ ആളാണ് ശ്രീമതി സാന്ദ്ര തോമസ്. അതിനുശേഷം അവരെ സിനിമയിൽ സഹകരിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, അതിനു മുൻപ് ചില മീറ്റിങ്ങുകളിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും സാന്ദ്ര തോമസ് പറയുകയാണ്. അപ്പോൾ അവരെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണുള്ളത്? അവരും മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്, പല ഹിറ്റ് സിനിമകളുടെയും നിർമ്മാതാവാണ്. അപ്പോൾ അവർക്കും ഈ സിനിമയുമായി മുന്നോട്ട് പോകണമല്ലോ. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അവർക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷെ അവർ പറയാൻ മടിക്കുകയാണ്. എന്തിനു വേണ്ടി? നിലനിൽക്കണമെങ്കിൽ അത് വേണം, അതിനു വേണ്ടിയാണ്. പക്ഷെ ഇവർ ധൈര്യപൂർവ്വം അത് പറയുവാൻ സന്നദ്ധയായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. കേസായാലും കുഴപ്പമില്ല എന്ന്. അല്ല മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മീറ്റിങ്ങിൽ കുറേ പേര് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും സാന്ദ്രയുടെ കൂടെ വന്നിട്ട് തെളിവിനായിട്ട് പറയണ്ടേ? സാന്ദ്ര തെളിവ്, ഞാൻ പറഞ്ഞു, സാന്ദ്രയ്ക്ക് ഒരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ സാന്ദ്ര തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സംവിധായകൻ അഡ്വാൻസ് കൊടുത്തിരിക്കും, കുറച്ച് താരങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കും. ആ എഗ്രിമെന്റ് എല്ലാം കൊണ്ടുവച്ചിട്ട് എനിക്ക് പടം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിൽക്കാൻ ഞാൻ